വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണ്. തുറമുഖത്തിന് വാണിജ്യ പ്രാധാന്യത്തിനപ്പുറത്തേക്ക് ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷകളാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നു. ഈ ടൂറിസം രംഗത്ത് എങ്ങനെയാകും വിഴിഞ്ഞം ഗുണം ചെയ്യാൻ? കുതിച്ചുചാട്ടത്തിന് കാരണമായി മാറും. ഒന്നാമത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇതിന്റെ അത്ഭുതകരമായ മാറ്റം കാണാൻ സാധിക്കും. അതിലേറ്റവും വലിയ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയാണ്. കാരണം അതിന്റെ ഭാഗമായി വലിയ മാറ്റം ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഹോട്ടലുകൾ, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കും. സഞ്ചാരികൾക്ക് വരാനും ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിക്കാനിടയായി മാറും. ഇതിനകം തന്നെ കേരള ടൂറിസത്തിന് വലിയ കുതിപ്പുണ്ടായ കാലഘട്ടമാണ്. അപ്പം അതിനോടൊപ്പം ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് വരുന്നതോടുകൂടി അതിൽ അത്ഭുതകരമായ മാറ്റം കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ആഡംബര കപ്പലുകളും ക്രൂയിസ് കപ്പലുകളൊക്കെ വരും. ഞാൻ പറഞ്ഞപ്പോൾ ക്രൂയിസ് ടൂറിസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു 3-3.5 പതിറ്റാണ്ടിന് ശേഷം പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ടൂറിസം മേഖലയിൽ വരുന്നു. കാരവൺ വന്നു, ഹെലി ടൂറിസം വരുന്നു, ക്രൂയിസ് ടൂറിസം വരുന്നു. അതിൽ ക്രൂയിസ് ടൂറിസം ഇന്ന് പോസ്റ്റ് കോവിഡിന് ശേഷം ലോകത്ത് തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ്. അപ്പോൾ ആ ക്രൂയിസ് ടൂറിസം ഉൾപ്പെടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത ക്രൂയിസ് ടൂറിസത്തിന് പറ്റിയ ഇടമാണെന്നുള്ളതാണ്. അതിന്റെ വികാസത്തിന് എല്ലാ നിലയിലും ഇത് സഹായകരമായി. കോവളത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. കോവളത്തിന്റെ വികസനം തീർച്ചയായിട്ടും കോവളം ഓൾറെഡി വിദേശ സഞ്ചാരികളുടെ പരദീസയാണ്. വിദേശ സഞ്ചാരികൾ കോവളം എവിടെയാണെന്ന് പോലും അറിയാത്തവരാണ്. കേരളമാണോ ഇന്ത്യയാണെന്ന് അറിയില്ല, കോവളമാണ് അവർക്ക് അറിയുന്നത്. കോവളം അറിഞ്ഞു വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോട് ചേർന്നുകൊണ്ട് തന്നെ ഇതുപോലെയൊരു അത്ഭുതകരമായ വികാസം കേരളത്തിനുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്ന കേരളത്തിന്റെ ടൂറിസം മേഖല അതുതന്നെയാണ്. ടൂറിസം രംഗത്തും വലിയ പ്രതീക്ഷകളാണ്, വലിയ സ്വപ്നങ്ങളാണ്. വിഴിഞ്ഞം വരുമ്പോൾ സ്വാഭാവികമായും ടൂറിസം രംഗത്തിനും അതിന്റേതായ വളർച്ചയുണ്ടാകുന്ന പ്രതീക്ഷയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവച്ചത്.